ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാസ് നാച്ചുറൽസ്. ഇന്ന് നമ്മളൊരു സോപ്പ് മേക്കിങ്ങിൻ്റെ പ്രോസസ്സിലാണ്. നമ്മൾ ഇന്ന് വന്നിട്ട് കോൾഡ് പ്രോസസ് മെത്തേഡിൽ ഒരു സോപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. 1 kg ഒരു സോപ്പാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിൻ്റെ പ്രോസസ്സ് നമുക്കൊന്ന് കാണാം. സോ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നതെന്ന് ആദ്യം കാണാം. ആദ്യം നമ്മളെടുത്തിട്ടുള്ളത് ലൈ ആണ്. ലൈ നമുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വൈറ്റ് കളറിലിരിക്കും. സോ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കൈക്ക് മസ്റ്റായിട്ട് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് മസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് കുഞ്ഞു കുട്ടികളൊന്നും ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് വന്ന് അടുത്തില്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് വന്നിട്ട് വെള്ളത്തിൽ ചേർക്കുമ്പോൾ നല്ല ഹീറ്റാവും, അതുപോലെ തന്നെ തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. സോ നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഓയിൽ ഐറ്റങ്ങളാണ്. ഓയിലിൽ നമുക്ക് ആദ്യം എടുത്തിട്ടുള്ളത് ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറായിട്ട് വെച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ചില സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ സ്കിന്ന് നല്ല ഡ്രൈ ആവുന്നത് പോലെ ആവും. സോ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ഈ ഓയിൽ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ മാത്രമല്ല എടുത്തിട്ടുള്ളത്, കുറേ ഓയിൽ എടുത്തിട്ടുണ്ട്. സോ അതിൽ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് പാം ഓയിലാണ്. ഇപ്പോൾ കുക്ക് ചെയ്യാനൊന്നും പാം ഓയിൽ എടുക്കാറില്ല. സോ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ സോപ്പിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ സോപ്പിൽ പാം ഓയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ സോപ്പിനെ വന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു കൺസിസ്റ്റൻസിയിൽ വെക്കാനൊക്കെ വളരെ നല്ലതാണ് പാം ഓയിൽ. സോ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഈ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് കോക്കനട്ട് ഓയിൽ, ഇത് മൂന്നും നമുക്ക് വന്നിട്ട് ഏകദേശം ഒരളവിലെടുക്കാം. സോ നെക്സ്റ്റ് നമുക്ക് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കാസ്റ്റർ ഓയിൽ. ഈ കാസ്റ്റർ ഓയിൽ നമുക്ക് വന്നിട്ട് മറ്റുള്ള ഓയിലിനെക്കാട്ടിലും 5% മാത്രമേ നമുക്ക് എടുക്കാവൂ. കാരണം എന്ന് വെച്ചാൽ കാസ്റ്റർ ഓയിൽ കുറച്ച് തിക്കാണ്, അതുപോലെ തന്നെ നമുക്കൊന്ന് അതൊരു വഴുവഴു കൺസിസ്റ്റൻസിയാണ്. സോ അതുകൊണ്ട് നമുക്ക് വന്നിട്ട് ഈ കാസ്റ്റർ ഓയിൽ ഒരു മറ്റുള്ള ഓയിലിനെ സംബന്ധിച്ചോളം ഒരു 5% എടുത്താൽ മതിയാവും. സോ നമുക്ക് ഈ ഓയിൽ കോമ്പിനേഷനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഓയിലിൻ്റെ കൂടി ഈ ഓയിലേ ചേരാവൂ, അതുപോലെ തന്നെ നമുക്ക് ഇത്രയ്ക്കുള്ള അളവ്, ഇത്രയ്ക്ക് ലൈക്ക് സൊല്യൂഷൻ എടുക്കാവൂ എന്നൊക്കെ ഉള്ള ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ അളവും കാര്യങ്ങളോടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് വന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരില്ല. ലൈക്ക് നമുക്ക് ചിലപ്പോൾ നമുക്ക് വന്നിട്ട് അളവും കാര്യങ്ങളും കൂടുതലാണെങ്കിൽ സോപ്പ് നമുക്ക് വന്നിട്ട് നല്ല തിക്കാവാതെ നമുക്ക് സോഫ്റ്റായിട്ട് വരും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. അല്ലെങ്കിൽ നമുക്ക് സോപ്പ് വന്നിട്ട് നല്ല നല്ല ഹാർഡായി പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ നെക്സ്റ്റ് ഞാൻ ബാത്ത് പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്കിത് വന്നിട്ട് നമ്മളുടെ തന്നെ സെയിലിനുള്ള ഒരു 38 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ബാത്ത് പൗഡറാണ്. ഇത് നമുക്ക് സ്കിന്നിന് പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്തിട്ട് ടാൻ റിമൂവ് ഒക്കെ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് ലൈ എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് എടുക്കണം. നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ എടുക്കുക, നോർമൽ വാട്ടർ എടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഈ ലൈ സൊല്യൂഷൻ നമുക്ക് വന്നിട്ട് മിക്സ് ചെയ്യുന്നത് വന്നിട്ട് വാട്ടറിലേക്ക് ലൈ മിക്സ് ചെയ്യുക. അതായത് ഈ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നമുക്ക് വന്നിട്ട് ലൈ മിക്സ് ചെയ്ത് വെക്കാം. അല്ലാതെ നമുക്ക് വന്നിട്ട് ലൈയിലേക്ക് ഈ വാട്ടർ ഒഴിച്ച് കൊടുക്കല്. സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ബാത്ത് പൗഡറിൽ തന്നെ നല്ല ഫ്ലേവർ കാണും. എന്നാലും നമുക്ക് വന്നിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ സാൻഡൽവുഡിൻ്റെ എസെൻഷ്യൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 ഡ്രോപ്പ് ഒഴിക്കുമ്പം കറക്റ്റായിരിക്കും. സോ ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സിൽ വെച്ചിട്ട് ആദ്യം നമുക്കിത് സോപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓയിൽ ഐറ്റംസ് എടുത്തിട്ടുള്ളത് എല്ലാം തന്നെ നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഇപ്പോൾ വന്നിട്ട് കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് പാം ഓയിൽ, കാസ്റ്റർ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഈ 3 ഓയിലും നമുക്ക് വന്നിട്ട് ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒരിക്കൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ എടുത്തിട്ടുള്ളത് എല്ലാം ഒരേ കൺസിസ്റ്റൻസിയുള്ള ഓയിലല്ല. സോ അതുകൊണ്ട് എല്ലാ ഓയിലും ഒന്നിച്ചൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ബാത്ത് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സോ ബാത്ത് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലോണം നമുക്ക് വന്നിട്ട് മിക്സ് ചെയ്യാം. ഈ ബാത്ത് പൗഡർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വന്നിട്ട് ചെറിയ ചെറിയ കട്ടകളായിട്ട് കെട്ടാൻ തുടങ്ങും. അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് വന്നിട്ട് ഈ സ്പാച്ചുല വെച്ചിട്ട് നല്ലോണം ഉടച്ച് വിട്ട് കൊടുക്കാം. നമുക്ക് ഒരു കട്ടയായിട്ട് കെട്ടിയാൽ പിന്നെ നമുക്ക് വന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ബ്ലെൻഡർ യൂസ് ചെയ്താലും മതിയാവും. ഞാനിത് പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ട് ബാത്ത് പൗഡറിൻ്റെ കൂടി മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് അങ്ങനെ തന്നെ വെക്കും. ഓവർനൈറ്റ് വെക്കുമ്പോൾ നമുക്ക് വന്നിട്ട് അതൊരു നല്ലൊരു കൺസിസ്റ്റൻസി, ഓവർനൈറ്റ് വെക്കുമ്പോൾ നമുക്ക് ആ ബാത്ത് പൗഡറിൻ്റെ എസൻസ് ഒക്കെ ഓയിലിൽ
ചേർന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓവർ നൈറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. സോ കണ്ടില്ലേ, നെക്സ്റ്റ് ഡേ എടുക്കുമ്പോൾ നമുക്ക് ഓയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഇപ്പം നമുക്ക് വന്നിട്ട് ലൈവ് സൊല്യൂഷൻ നമുക്ക് വന്നിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ആക്ച്വലി നമുക്ക് വന്നിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ട് ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമുക്ക് ഈ ലൈവ് വന്നിട്ട് കുറച്ചായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആക്ച്വലി നമുക്ക് എപ്പോഴും ലൈവ് സൊല്യൂഷൻ നമുക്ക് വന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ വന്നിട്ട് വെള്ളത്തിനകത്ത് ഈ ലൈ ചേർക്കണം. അല്ലാതെ നമുക്ക് വന്നിട്ട് ലൈയിൽ വന്നിട്ട് വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർക്കുമ്പോൾ അത് ഹീറ്റായി നമുക്ക് സൈഡിലൊക്കെ തെറിക്കും, കയ്യിലൊക്കെ തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ലൈവ് വാട്ടറിൽ ചേർക്കണം, വാട്ടർ ലൈയിൽ ചേർക്കാൻ പാടില്ല. സോ ഇത് ചേർക്കുമ്പോൾ തന്നെ ഇത് നല്ല ഹീറ്റാവും, ആ പാത്രമൊക്കെ നല്ല തിളയ്ക്കും, നല്ല തിളച്ച് നല്ല ഹീറ്റാവും. നല്ല ആ സമയത്ത് കുഞ്ഞു കുട്ടികളൊന്നും അവിടെ ഇരിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരെ അറിയില്ല, കൈയും കാലും ഒക്കെ അറിയാണ്ട് തട്ടിയാലും. സോ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വിട്ടതിന് ശേഷം നമുക്ക് ഈ ഹീറ്റൊക്കെ ഇറങ്ങിയിട്ട് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും, നല്ല തിളച്ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കൈയൊക്കെ വെച്ച് കിണ്ടുമ്പോൾ തന്നെ അറിയാം നല്ല ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിതിൽ ഗ്ലൗസ് ഇപ്പോൾ ഇട്ടിട്ടില്ല. ഗ്ലൗസ് ഇടേണ്ടത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതിപ്പോൾ നമുക്ക് വന്നിട്ട് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട്. ഇത് വന്നതിന് ശേഷം നമുക്ക് ഈ ഓയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നമുക്ക് വന്നിട്ട് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കാം. നമുക്ക് വന്നിട്ട് ഇത് ഫിൽറ്റർ ചെയ്ത് ഒഴിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും ചെറിയ തൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. സോ ഇപ്പം നമുക്ക് വന്നിട്ട് ഈ ഓയിലിൻ്റെ മിശ്രിതത്തിലേക്ക് നമുക്ക് ഈ ലൈവ് സൊല്യൂഷൻ ഒഴിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് സ്പാച്ചില വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഒരു ബ്ലെൻഡർ എടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരു സോപ്പ് കൺസിസ്റ്റൻസി, തിക്ക് കൺസിസ്റ്റൻസിക്ക് വരും. ഇത് നമുക്ക് വന്നിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നതാണ്. സോ ഇത് നമുക്ക് വന്നിട്ട് നല്ല മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരും. ആ സമയത്ത് നമുക്ക് വന്നിട്ട് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എസൻഷ്യൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പം നമുക്ക് വന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല സോപ്പിൻ്റെ ഒരു തിക്ക് കൺസിസ്റ്റൻസിക്ക് വരും. ഒരുപാട് സമയം നമുക്ക് വന്നിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് സോപ്പ് മോൾഡിൽ ഒഴിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാനിപ്പോൾ വീഡിയോ എടുത്തെടുത്ത് മിക്സ് ചെയ്ത് നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിക്ക് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വന്നിട്ട് സോപ്പ് മോൾഡിൽ ഒഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. സോ എന്നിട്ട് നമുക്ക് വന്നിട്ട് ഈ സോപ്പ് മോൾഡ് നമുക്ക് വന്നിട്ട് റബ്ബിംഗ് ആൽക്കഹോൾ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കാം. സോ ഒഴിക്കുമ്പോൾ നമുക്കിങ്ങനെ സ്പാച്ചില വന്നിട്ട് ഇങ്ങനെ കുറുക്കെ നമുക്ക് വെച്ചിരിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് അകത്ത് എയർ ബബിൾസ് ഒന്നും തന്നെ നമുക്ക് ഫാം ആവാണ്ടിരിക്കും, അതിനായിട്ടാണ്. അതുപോലെ തന്നെ ഈ റബ്ബിംഗ് ആൽക്കഹോൾ നമുക്ക് ഒഴിക്കുമ്പോഴും അകത്തുള്ള ഒരുമാതിരി ബബിളായിട്ട് വരുന്നത്, വൈറ്റ് കളറായിട്ട് വരുന്നത് അതൊന്നും കാണൂല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുന്നത്. സോ നല്ലോണം നമുക്ക് വന്നിട്ട് സോപ്പ് മോൾഡിൽ ഒഴിച്ചിട്ട് നല്ല ഒരു പ്രാവശ്യം നമുക്ക് വന്നിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം. സോ കൊടുത്തിട്ട് നമുക്ക് വന്നിട്ട് മുകളിൽ എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് വരഞ്ഞു കൊടുക്കാം. സോ നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് മുകളിൽ എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളോ വേണമെങ്കിൽ വരഞ്ഞു കൊടുക്കാം. സോ ഇത് നമുക്ക് വന്നിട്ട് 1 ഡേ അങ്ങനെ തന്നെ വിടാം. നമുക്ക് 1 ഡേ വിടുമ്പോഴായിരിക്കും നല്ല സോപ്പ് തിക്ക് കൺസിസ്റ്റൻസിക്ക് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കിയപ്പോൾ കണ്ടോ നമുക്ക് പ്രോപ്പറായിട്ട് സോപ്പ് നല്ലോണം വന്നിട്ടുണ്ട്. സോപ്പ് മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. സോ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ട ഓയിൽ ലൈറ്റായിട്ട് അവിടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഫ്ലേവറാണ്, നമുക്ക് നല്ല ഫ്ലേവർ. സോ ഇപ്പം നമുക്കിത് വന്നിട്ട് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 100 ഗ്രാമിൻ്റെ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് കട്ട് ചെയ്യാനും സ്മൂത്തായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇത് നമുക്കിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വന്നിട്ട് ചെറുതായിട്ട് ഒരു ലൈറ്റ് സോഫ്റ്റ്നെസ് ഉള്ളതുപോലെ ഇരിക്കും. പക്ഷേ ഇത് നമുക്ക് വന്നിട്ട് ഈ കോൾഡ് പ്രോസസ് മെത്തേഡിൽ നമുക്ക് വന്നിട്ട് എപ്പോഴും ഈ കോൾഡ് പ്രോസസ് മെത്തേഡിൽ നമുക്ക് സോപ്പ് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. മിനിമം നമുക്ക് വന്നിട്ട് 30 to 45 days എങ്കിലും അങ്ങനെ തന്നെ വിടണം. ഈ സോപ്പ് നമുക്ക് വന്നിട്ട് അങ്ങനെ തന്നെ വെളിയിൽ തന്നെ വെച്ചിട്ട്
ഈ സഫോണിക്കേഷൻ പ്രോസസ്സ്, കാരണം എന്ന് വെച്ചാൽ ഈ ലൈ സൊല്യൂഷൻ വെച്ച് ചെയ്തതാണ്. ആ ലൈയുടെ കെമിക്കൽസൊക്കെ നമുക്ക് ഇല്ലാതാവാനായിട്ട് 30 to 45 days വരും. സോ അതുവരേക്കും നമുക്ക് സോപ്പ് അങ്ങനെ തന്നെ നമുക്കൊരു ട്രേയിൽ എന്തെങ്കിലും വെച്ചിട്ട് ഷെൽഫിൽ വെച്ചിരിക്കാം. സോ ഇത് വന്നിട്ട് നമുക്ക് ഈ കാറ്റൊക്കെ പെട്ടിട്ട് റിയാക്റ്റ് ആവും. റിയാക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ട് നോർമൽ നമുക്ക് വന്നിട്ട് സ്കിന്നിന് ഏറ്റവും ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. വെച്ചിട്ട് നമുക്കൊരു 1 month കഴിഞ്ഞിട്ടായിരിക്കും ഈ സോപ്പ് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ വന്നിട്ട് സെയിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് റെഗുലറായിട്ട് തന്നെ നമ്മൾ ചെയ്ത് വെക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് വന്ന് വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാം. എല്ലാം നമുക്കിത് വന്നിട്ട് 100 ഗ്രാമിൻ്റെ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. സോ നമുക്കിത് ലൈറ്റായിട്ട് ഒരു സോഫ്റ്റ്നെസ് കാണുന്നതൊക്കെ നമുക്ക് 1 month ആകുമ്പോൾ തന്നെ നമുക്ക് പോയി കിട്ടും. പ്ലസ് വന്നിട്ട് നമുക്ക് നല്ല പ്രോപ്പറായിട്ട് സോപ്പ് നല്ല പ്രോപ്പറായിട്ട് കിട്ടും. കോൾഡ് പ്രോസസ് സോപ്പ് ചെയ്താൽ ഉടനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. 1 month നമ്മൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടിരിക്കും. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് 1 month ആയ സോപ്പ് എങ്ങനെയാണ് കൺസിസ്റ്റൻസിയിലുള്ളതെന്നൊക്കെ ഞാൻ കാണിക്കാം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സോ ഈ പ്രോഡക്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ലിങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.